ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള, അതിനേറെ ഒരു സന്തോഷകരമായ ഒരു വാർത്ത പങ്കുവെക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തേത് എന്നുള്ളതാണ്. പലപ്പോഴും ഈ കഴിഞ്ഞ 20-ാം തീയതി പാലക്കാട്ടിന്റെ മണ്ണിലേക്ക് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നില്ല എന്നുള്ള ചോദ്യം, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തിരിച്ചെത്തണമെന്ന് ആഗ്രഹിച്ച നമ്മളെല്ലാവരുടെ മനസ്സിലും അന്ന് വൈകുന്നേരമായപ്പോൾ ഒരുപാട് തവണ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചതാണ്. എന്തുകൊണ്ട് രാഹുൽ അന്നത്തെ ദിവസം വന്നില്ല? വരുമെന്ന് നമ്മൾ ആഗ്രഹിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചു, ബട്ട് അന്ന് വന്നില്ല. അന്നത്തെ ദിവസം ഓരോ മണിക്കൂറുകളും ഇങ്ങനെ തള്ളിക്കഴിയുമ്പോൾ ഇപ്പൊ വരും, അടുത്ത നിമിഷം വരും, ഉച്ചയാകുമ്പോൾ വരും, വൈകുന്നേരമാകുമ്പോൾ വരും എന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. രാത്രിയായിട്ടും സന്ധ്യയായിട്ടും ആളെ കാണാതിരുന്നപ്പോൾ നമ്മളെല്ലാവരും വാർത്താ മാധ്യമങ്ങളിലൂടെ തപ്പി നോക്കി രാഹുൽ വന്നോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി, എവിടെയെങ്കിലും വല്ല വാർത്തയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ബട്ട് അന്നത്തെ ശനിയാഴ്ച ദിവസം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് എത്തിയില്ല. അപ്പോഴൊക്കെ നമ്മൾ ചോദിച്ചില്ലേ, നമ്മളോട് തന്നെ ചോദിച്ചില്ലേ, എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം വരാതിരുന്നത് എന്ന്? എന്തുകൊണ്ടാണ് രാഹുൽ എത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിച്ചില്ലേ? അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിനുള്ള ഉത്തരവും അതോടൊപ്പം ഇന്നത്തെ ഈ ദിവസം തുടങ്ങുമ്പോൾ ഇന്നത്തെ ദിവസത്തിൽ അതിസന്തോഷകരമായ ഒരു വാർത്തയും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് വരാതിരുന്നതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമെന്ന് മാത്രമല്ല, അയാൾ പാർട്ടിയിലേക്ക് സസ്പെൻഷനിൽ നിന്നും മടങ്ങിയെത്തും. അതുപോലെ ഊർജ്ജസ്വലനായിക്കൊണ്ട് എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി, സർവ്വസന്നാഹങ്ങളോടും കൂടി പാലക്കാട്ടിന്റെ മണ്ണിൽ തിരിച്ചെത്തും എന്നുള്ളതാണ്. ഇത് ഞാൻ ചുമ്മാ പറയുന്നല്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് മെനിഞ്ഞാന്ന്, ഇന്നലെയല്ല മെനിഞ്ഞാന്ന്, കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരുമിച്ച് വയനാട്ടിലുണ്ടായിരുന്നു. ഈ ദിവസം സോണിയയും രാഹുലും വയനാട്ടിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയപ്പോൾ അവിടെ സോണിയയും രാഹുലിനെയും സ്വീകരിക്കാനുണ്ടായിരുന്നത് KPCCയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫാണ്. അപ്പൊ സണ്ണി വക്കീല് അവരെ കണ്ടിരുന്നു. അതുപോലെ കോൺഗ്രസിന്റെ പല നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കണ്ടിരുന്നു, പല കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. സംഭവം രാഹുലും സോണിയയും അവിടെ വന്നത് ഒരു പേഴ്സണൽ ഒരു സന്ദർശനം എന്നുള്ള രീതിയിലാണെങ്കിലും സണ്ണി ജോസഫ് അവിടെ ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ചില നിർദ്ദേശങ്ങൾ, രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, രാഹുൽ ഗാന്ധി തന്നെ ചില കാര്യങ്ങൾക്ക് സമ്മതം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. AICC ഇതിൽ ഇടപെടുകയാണ്. AICC ഇടപെടുകയാണ് എന്ന് പറഞ്ഞാൽ സണ്ണി ജോസഫ് ചില ആവശ്യങ്ങൾ അല്ലെങ്കിൽ ചില അഭിപ്രായങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയെ ധരിപ്പിച്ചിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചില സമ്മതം മൂളിയിരിക്കുന്നു എന്നാണ് ഈ രാഹുലിന്റെ തിരിച്ചുവരവിന്. രാഹുലിന്റെ തിരിച്ചുവരവും ഈ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവും അവിടെ ചർച്ചയായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് ഇപ്പോൾ 1 മാസത്തിലേറെയാകുന്നു, ഇന്ന് വരെ ഇതിനെ ഒരു അധ്യക്ഷനെ പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് ഇനി പ്രഖ്യാപിക്കുവാനും പോകുന്നില്ല. ഇത് ഇനി പ്രഖ്യാപിക്കാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസിന് ഒരു പുതിയ അധ്യക്ഷനെ ആയിരിക്കില്ല. നേരെ മറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അവിടെ ആരായിരുന്നോ ഉണ്ടായത്, ആ സ്ഥാനത്തേക്ക് ഈ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായിട്ടുള്ള, ഇഷ്ടപ്പെട്ട, നമ്മളെല്ലാവരും അത്രയേറെ സ്നേഹിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോൺഗ്രസിൽ നിന്നുള്ള പ്രാഥമിക അംഗത്വത്തിൽ നിന്നുള്ള ഈ സസ്പെൻഷനും പിൻവലിക്കും. അതോടുകൂടി രാഹുൽ വീണ്ടും സജീവമാകും എല്ലാ തരത്തിലും എന്നുള്ളതാണ്. അപ്പോഴും നിങ്ങൾ ചോദിക്കും, എന്തുകൊണ്ടാണ് ശനിയാഴ്ച വരാതിരുന്നത്? ശനിയാഴ്ച വരാതിരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, രാഹുൽ ഇപ്പോ ശനിയാഴ്ച വന്നിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക, ശനിയാഴ്ച വന്നിരുന്നെങ്കിൽ അവിടെ വല്ല കായികപരമായിട്ട് ശാരീരികമായിട്ടുള്ള വല്ല പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ വല്ല ക്യാമ്പയിനുകളോ നടത്തിയാൽ അത് നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് DYFIയും ഉണ്ടാകും, അതുപോലെ BJPയും ഉണ്ടാകും. അവരുടെ കൂട്ടുകെട്ടായ CJPയുടെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് അതിനെ പ്രതിരോധിക്കുവാനോ മറികടക്കുവാനോ, അയാൾ സസ്പെൻഷനിലുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് അതിന് പരിമിതികളുണ്ട്, ലിമിറ്റേഷൻസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
പാർട്ടിയിൽ നിന്ന് സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയായതുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ മുന്നിൽ നിന്ന് പ്രതിരോധിക്കുവാനോ അയാളുടെ കൂടെ നിൽക്കുവാനോ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. അങ്ങനെ ഈ സസ്പെൻഷനിൽ നിന്ന് വ്യക്തിയായതുകൊണ്ട് അയാളെ സംരക്ഷിക്കാതിരുന്നാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനോടും ഈ പ്രസ്ഥാനത്തോടും ചെയ്യുന്ന നീതികേടാകുമെന്നുള്ള ബോധവും കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പൊ വരണ്ട, ഈ സസ്പെൻഷൻ പിൻവലിച്ച് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ ശേഷം പൂർവാധികം ശക്തിയായി സർവ്വസന്നാഹങ്ങളോടും കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തിയാൽ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സണ്ണി ജോസഫും വി.ഡി. സതീശനും എത്തിയിരിക്കുന്നത്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഹുലിനെതിരെ ഇത്തരത്തിലൊരു നടപടി എടുക്കുന്ന കാര്യം AICCയെ അറിയിച്ചതാണ്. അങ്ങനെ അവരുടെ അഭിപ്രായം തേടിയതാണ്. അവരുടെ കൂടെ സമ്മതത്തോടു കൂടിയാണ് രാഹുലിനെതിരെ ഇങ്ങനെ ഒരു നടപടി, സസ്പെൻഷനും അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതുമായ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിലും, ഈ തിരിച്ചുവരവിന്റെ കാര്യത്തിലും AICCയുടെ ഒരു സമ്മതം ഉണ്ടാവേണ്ടതുണ്ട്. ആ കാര്യങ്ങൾ അവരെ അറിയിക്കേണ്ടതുണ്ട്, കാര്യങ്ങൾ അവരെ AICCയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, നേതൃത്വത്തെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് സണ്ണി ജോസഫ് ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഒരുമിച്ച് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ഇത്തരത്തിൽ ഒരു നീക്കത്തിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് അറിയിക്കുകയും അതിനുള്ള സമ്മതം രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു സണ്ണി ജോസഫിനെ എന്നുള്ളതാണ്. ഇനി ഇവിടെ തീരുമാനമാകേണ്ടത് എന്താന്ന് വെച്ചാൽ രാഹുലിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്ന ഒരു വാർത്താ സമ്മേളനം അത് എപ്പോഴുണ്ടാകും എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഇന്നിപ്പോ തിങ്കളാഴ്ച, ഇന്നിപ്പോ ചൊവ്വാഴ്ചയാണ്. ഈ ഒരു ദിവസം പറഞ്ഞാൽ ഈ ഒരു ആഴ്ച, അടുത്ത ചൊവ്വാഴ്ചക്കുള്ളിൽ, അടുത്ത തിങ്കളാഴ്ചക്കുള്ളിൽ ഒരു തീരുമാനം ഉണ്ടാകും. അത് പ്രഖ്യാപിക്കുന്നത് വി.ഡി. സതീശനും സണ്ണി വക്കീലും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് മാത്രമല്ല, രാഹുലിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ ശക്തമായ പ്രതിരോധം ഉയർത്തുവാനും കോൺഗ്രസിൽ തീരുമാനമായിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ ഒരു തിരിച്ചുവരവ്, ഒരു പട്ടാഭിഷേകം നടത്തി കഴിഞ്ഞിട്ട് ആ പട്ടാഭിഷേകം, എനിക്ക് തോന്നുന്നു ആ പട്ടാഭിഷേകം നടക്കാൻ പോകുന്നത് പാലക്കാടിന്റെ മണ്ണിലായിരിക്കും എന്നുള്ളതാണ് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ തിരിച്ചുവരവിന് കളമൊരുങ്ങുക പാലക്കാട്ടിന്റെ മണ്ണിലായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് പ്രകാരമാണെങ്കിൽ ഈ വരുന്ന വാർത്താ സമ്മേളനം ഒരു സംഭവ ബഹുലമായിരിക്കും. രാഹുലിനെയും കൂട്ടി സണ്ണി വക്കീലും വി.ഡി. സതീശനും ഒരുമിച്ച് 3 പേരും മാധ്യമങ്ങളെ കാണുകയും സംസാരിക്കുകയും ചെയ്യും. അതിൽ ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ തിരിച്ചെത്തുന്നതായിരിക്കും. പിന്നെയുള്ളത് പ്രാഥമിക അംഗത്തിൽ നിന്നുള്ള സസ്പെൻഷൻ, അതോടുകൂടി പിന്നെ പിൻവലിക്കുമല്ലോ. ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും. എന്താണെങ്കിലും രാഹുലിന്റെ തിരിച്ചുവരവ് അടുത്ത് തന്നെ സംഭവിക്കാൻ പോവുകയാണ്. AICC കാര്യങ്ങളിൽ ഇടപെടുന്നു. രാഹുൽ ഗാന്ധിയുടെ സമ്മതം രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചെത്തുന്നു. കോൺഗ്രസിന്റെ പഴയ പ്രൗഢിയിലേക്ക് തൻ്റെ ഊർജ്ജസ്വലമായ പ്രവർത്തനങ്ങൾ പാലക്കാടിന്റെ മണ്ണിൽ കാഴ്ചവെക്കാനും താൻ തുടങ്ങിവെച്ച ഒരുപാടധികം പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ പൂർത്തീകരിക്കാനും പാലക്കാടിന്റെ മണ്ണിൽ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകും. അത് ഉടനടി തന്നെ ഉണ്ടാകും. നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത് ഈ പറയുന്ന ശനിയാഴ്ച വരേണ്ടതായിരുന്നു. ബട്ട് അന്ന് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങളിൽ സംസാരങ്ങൾ ഉണ്ടായതും ആ സംസാരങ്ങളിൽ എന്താണ് ഒരു അഭിപ്രായം ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നുള്ളതിന് വെയിറ്റ് ചെയ്തിട്ടായിരുന്നു അന്ന് എത്താത്തത്. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ആ ഒരു രാഹുലിനെ സംരക്ഷിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ 2 വശങ്ങളുണ്ട്. ഒന്ന്, പാർട്ടിയിൽ സസ്പെൻഷൻ നേരിടുന്ന വ്യക്തിയാണ്. മറ്റൊന്ന്, അതുകൊണ്ട് മാത്രം അയാളെ മാറ്റി നിർത്താനോ അയാളെ ബാക്കിയുള്ളവർക്ക് വേട്ടയാടാനോ വിട്ടുകൊടുക്കാൻ കഴിയില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് നീതികേടാവുമെന്നുള്ള ഒരു തിരിച്ചറിവും കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശനിയാഴ്ച എത്താതിരുന്നത്. വരും ദിവസങ്ങളിൽ വലിയ ഒരു ശക്തമായ തിരിച്ചുവരവ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ കിട്ടിയതനുസരിച്ചുള്ള ഒരു സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംസാരമാണ് ഇപ്പം നടന്നിരിക്കുന്നത്. എന്നാണെങ്കിലും രാഹുൽ മാങ്കൂട്ടം തിരിച്ചെത്തട്ടെ, പൂർവാധികം ശക്തിയോടുകൂടി പാലക്കാട്ടേക്ക് തിരിച്ചെത്തട്ടെ. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്കും രാഹുൽ മാങ്കൂട്ടം തന്നെ തിരിച്ചെത്തട്ടെ. വന്നതിന് ശേഷം തിരിച്ചെത്തിയ ശേഷം യൂത്ത് കോൺഗ്രസിന്റെ മക്കളെ
അതിക്രൂരമായി മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്ത കാക്കിയിട്ട കുറെ നരാധമന്മാരുണ്ട്. അവരോട് കണക്ക് ചോദിക്കാനുണ്ട്. അതുപോലെ തന്നെ പിണറായി വിജയന്റെ തോൽവികൾക്കെതിരെ ഒരുപാടധികം പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തുവാനുണ്ട്. അതിനൊക്കെ മുൻനിരയിൽ നിൽക്കാൻ രാഹുൽ ഉണ്ടാവട്ടെ. തിരിച്ചുവരവ് എത്രയും പെട്ടെന്ന് സാധ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.